സ്റ്റൈൽ നിർമ്മാണത്തിനുള്ള ഒരു ചോദ്യമാണിത്. ഐക്യരാഷ്ട്രസഭയെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ യുണൈറ്റഡ് നേഷൻസ് എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി യുണൈറ്റഡ് നേഷൻസ് എന്ന പേരിൽ ഒരു പുതിയ ഹെഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കണം. ഇവിടെ അതിനുള്ള സൂചനകളും നൽകിയിട്ടുണ്ട്. ഹെഡിംഗ് 1 എന്നതിലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം അതിനുണ്ടായിരിക്കണം. ഫോണ്ട് ഫാമിലി, ബിറ്റ് സ്ട്രീം ചാർട്ടർ, വലുപ്പം 120%, നിറം പർപ്പിൾ. അതിനുശേഷം ലേഖനത്തിൽ ഉള്ള എല്ലാ ശീർഷകങ്ങൾക്കും ഈ സ്റ്റൈൽ നൽകണം. സേവ് ചെയ്യേണ്ടത് എക്സാം 10 എന്ന ഫോൾഡറിലാണ്. ഇത് ചെയ്തു നോക്കാം. ഹോമിൽ നിന്നും ആദ്യം യുണൈറ്റഡ് നേഷൻസ് എന്ന ഫയൽ തുറക്കേണ്ടതുണ്ട്. ഹോം തുറക്കുകയാണ്. പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലെ എക്സാം ഡോക്യുമെന്റ്സിലാണ് ഫയൽ ഉള്ളത്. എക്സാം ഡോക്യുമെന്റ് തുറക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് എന്ന ഫയൽ ഇതാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി സ്റ്റൈൽ നിർമ്മിക്കുന്നതിനായി 2 വഴികളുണ്ട്. ഒന്ന് ഫോമാറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റൈൽസ് ആൻഡ് ഫോമാറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ ഹെഡിംഗ് 1 എന്നത് സെലക്ട് ചെയ്യുകയാണ്. ഹെഡിംഗ് 1 ഹെഡിംഗ് വിഭാഗത്തിലാണുള്ളത്. അതുകൊണ്ട് ഇവിടെ കാണുന്ന അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഹെഡിംഗ് 1 എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പുതിയ സ്റ്റൈൽ ആയതുകൊണ്ട് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ ഡിഫാൾട്ട് സ്റ്റൈൽ എന്നത് കാണുന്നതിൻ്റെ വലത് ഭാഗത്ത് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ സ്റ്റൈൽസ് എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ 2 രീതിയിലും സ്റ്റൈൽ ആൻഡ് ഫോമാറ്റിംഗ് ജാലകം തുറക്കാവുന്നതാണ്. ഇനി ഇവിടെ ഹെഡിംഗ് 1 എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. പുതിയ സ്റ്റൈൽ നിർമ്മിക്കുവാനായതുകൊണ്ട് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓർഗനൈസർ ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പേര് കൊടുക്കുക. സ്റ്റൈലിന്റെ പേര് കൊടുക്കുക. യുണൈറ്റഡ് നേഷൻസ് എന്നാണ് പേര്. ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സ്റ്റൈലിന്റെ പേര് കൊടുത്തു. ഹെഡിംഗ് 1 എന്ന വിഭാഗത്തിലാണ് നമ്മൾ പുതിയ സ്റ്റൈൽ ഉണ്ടാക്കുന്നത്. അതിവിടെ കാണാവുന്നതാണ്. ഇൻഹെറിറ്റ് ഫ്രം എന്നത് ഹെഡിംഗ് 1 എന്നാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി ചോദ്യത്തിൽ പറഞ്ഞ മറ്റു മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാൻ ചോദ്യം സെലക്ട് ചെയ്യുന്നു. ഫോണ്ട് ഫാമിലി ബിറ്റ് സ്ട്രീം ചാർട്ടർ എന്നതായിട്ട് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. വലിപ്പം 120% ആക്കണം. കളർ പർപ്പിൾ ആക്കണം. ഫോണ്ട് ഫാമിലി സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഫോണ്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പറഞ്ഞ ഫോണ്ടിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കും. BI എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിറ്റ് സ്ട്രീം ചാർട്ടർ എന്ന സ്റ്റൈൽ ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി സൈസ് 120% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 130 ആണ്. അത് മാറ്റിയിട്ട് 120% ആക്കുന്നു. നിറം മാറ്റുവാനും പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഫോണ്ട് ഇഫക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിറം മാറ്റുവാൻ ഫോണ്ട് ഇഫക്ട്സ് ടാബാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഓട്ടോമാറ്റിക് ആണ് കാണുന്നത്. അത് മാറ്റിയിട്ട് പർപ്പിൾ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ പർപ്പിൾ കാണുന്നുണ്ട്. പർപ്പിൾ സെലക്ട് ചെയ്യുന്നു. നിറം പർപ്പിൾ ആയി കഴിഞ്ഞു. ഇനി അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നിർമ്മിച്ച സ്റ്റൈൽ ഇവിടെയുണ്ടോ എന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി ഹെഡിംഗ് 1 എന്നതിൻ്റെ ഇടത് ഭാഗത്തുള്ള ഈ ത്രികോണം പോലുള്ള അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. യുണൈറ്റഡ് നേഷൻസ് എന്ന് നമ്മൾ നിർമ്മിച്ച സ്റ്റൈൽ ഇവിടെയുണ്ട്. ഇനി ഈ സ്റ്റൈലിനെ എല്ലാ ഹെഡിങ്ങുകളിലേക്കും പകർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഹെഡിങ്ങുകൾ ഓരോന്നായി സെലക്ട് ചെയ്യുന്നു. ആദ്യത്തെ ഹെഡിങ് സെലക്ട് ചെയ്തു. ഹെഡിങ്ങിന് സ്റ്റൈൽ കൊടുക്കുവാൻ വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതുപോലെ എല്ലാ ഹെഡിങ്ങുകൾക്കും ഈ സ്റ്റൈൽ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾ കൊടുത്ത സ്റ്റൈലിന്റെ പേര് കാണാവുന്നതാണ്. എല്ലാ ഹെഡിങ്ങുകൾക്കും ഇതേ സ്റ്റൈൽ നൽകുകയാണ്. അടുത്ത ഹെഡിങ് ഹിസ്റ്ററി എന്ന ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. അതിനും ഇതേ സ്റ്റൈൽ നൽകുകയാണ്. അതിനുവേണ്ടി യുണൈറ്റഡ് നേഷൻസ് എന്ന് നമ്മൾ നൽകിയ സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ബാക്കിയുള്ള ഹെഡിങ്ങുകൾക്കും ഇതുപോലെ സ്റ്റൈൽ നൽകേണ്ടതുണ്ട്. ഓരോ ഹെഡിങ്ങുകളും സെലക്ട് ചെയ്യുകയാണ്. സ്ട്രക്ചർ എന്നത് സെലക്ട് ചെയ്തു. കൺട്രോൾ കീ അമർത്തിക്കൊണ്ട് ജനറൽ അസംബ്ലി എന്നത് സെലക്ട് ചെയ്തു. സെക്യൂരിറ്റി കൗൺസിൽ എന്നത് സെലക്ട് ചെയ്തു. അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ എല്ലാ ഹെഡിങ്ങുകളും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നൽകിയ സ്റ്റൈൽ യുണൈറ്റഡ് നേഷൻസ് എന്നതാണ്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ ഹെഡിങ്ങുകൾക്കും നമ്മൾ സ്റ്റൈൽ നൽകിക്കഴിഞ്ഞു. ഇനി ഇതിനെ സേവ് ചെയ്യേണ്ടതുണ്ട്. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് ഉപയോഗിച്ചിട്ടാണ് സേവ് ചെയ്യുന്നത്. പരീക്ഷയായതുകൊണ്ട് ഒറിജിനൽ ഫയൽ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണിത്. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം 10ലാണ് സേവ് ചെയ്യേണ്ടത്. എക്സാം 10 സെലക്ട് ചെയ്യുന്നു. എക്സാം 10 വന്നു കഴിഞ്ഞു. രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. അണ്ടർസ്കോർ കൊടുക്കുന്നു. ചോദ്യ നമ്പർ കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. പുതിയ സ്റ്റൈലായിരുന്നു നമ്മൾക്ക് നിർമ്മിക്കുവാനുള്ളത്. ഹെഡിംഗ് 1 എന്നതിലാണ് നമ്മൾ സ്റ്റൈൽ നിർമ്മിച്ചത്.
നിലവിലുള്ള സ്റ്റൈലിൽ മാറ്റം വരുത്തുവാനായിരുന്നു ചോദ്യമെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിനുവേണ്ടി ഹെഡിങ് 1 സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ന്യൂ എന്നതിന് പകരം മോഡിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്.